ആദ്യമേ പറയട്ടെ, നിങ്ങൾ സാധാരണ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ചെറിയ ബോട്ടിൽ മുറുവെണ്ണ കിട്ടാറുണ്ടല്ലേ, അത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള മുറുവെണ്ണയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ആയുർവേദ കമ്പനികൾ കോട്ടയ്ക്കൽ, സീതാറാം, നാഗാർജുന അങ്ങനത്തെ കമ്പനികൾ ഇറക്കുന്ന 200 ml 450 ml മുറുവെണ്ണ കിട്ടും. അതാണ് നമ്മൾ ക്ലാസിക്കലി ഉപയോഗിക്കുന്ന മുറുവെണ്ണ. അല്ലാതെ ചെറിയ ബോട്ടിലിൽ നമുക്ക് സാധാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നത് കേരള രീതിയിൽ തയ്യാറാക്കിയതല്ല. അതൊക്കെ ജസ്റ്റ് ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെട്ട യഥാർത്ഥ പാകത്തിലുണ്ടാക്കിയ എണ്ണകൾ നമുക്ക് ഇങ്ങനത്തെ ഷോപ്പുകളിലാണ് കിട്ടുന്നത്. മുറിവെണ്ണയുടെ അർത്ഥം തന്നെ മുറിവിന് ഉപയോഗിക്കുന്ന എണ്ണ. മുറിവ് എന്ന് പറയുമ്പോൾ ചതവോ മുറിവോ മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ഒരുപാട് അസുഖങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി എന്ന് തന്നെ പറയാം മുറിവെണ്ണ. എല്ലാ വീടുകളിലും നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ഒരു എണ്ണയാണ് മുറിവെണ്ണ. ഞാനിവിടെ പറയാൻ പോകുന്ന ഗുണങ്ങളെല്ലാം തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പല പേഷ്യൻസിനും കൊടുത്തിട്ടുള്ളതും പറഞ്ഞു കൊടുത്തിട്ടുള്ളതും അവരിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വീഡിയോ എന്നതിലുപരി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. ചെറിയ മുറിവോ ചതവോ വരുമ്പോൾ മുറിവെണ്ണ ചെറുതായിട്ട് തടവി കൊടുക്കാൻ പറയാറുണ്ടല്ലേ. അപ്പോൾ ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും മുറിവെണ്ണ വെച്ചിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യരുത്. അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കണം. അതല്ല, ചെറിയ ഒരു ചതവ്, സ്കിന്നൊക്കെ പോയി ഒരു ചെറിയൊരു മുറിവ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീഴുമ്പോൾ ഉള്ള ചെറിയ മുറിവ്, അതിലൊക്കെ നമുക്ക് മുറിവെണ്ണ ഒരു 3-4 ദിവസം ഇട്ട് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് അത് ഹീലാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മുറിവെണ്ണ ഉപയോഗിക്കുന്നത് മറ്റൊരു കണ്ടീഷനിലാണ്, നീ ജോയിൻറ്റ് പെയിൻ, അതായത് മുട്ടുവേദനയിലാണ്. മുട്ടുവേദനയ്ക്ക് നല്ല നീരുണ്ടെങ്കിൽ എണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ല, ജസ്റ്റ് നല്ല പെയിനൊക്കെ ഉള്ളതെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബാൻഡേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആ കണ്ടീഷൻസിൽ വെറുതെ മുറിവെണ്ണ തേച്ചാൽ പോരാ. രാത്രി കിടക്കാൻ നേരം ഒരു കോട്ടൺ തുണി 4ആയിട്ടൊക്കെ മടക്കിയിട്ട് അതിൽ മുറിവെണ്ണ ഒഴിച്ചിട്ട് മുട്ടിന് വെച്ചിട്ട് അതിന് മുകളിൽ വേറെ ഏതെങ്കിലും റഫായിട്ടുള്ള തുണി വെച്ചിട്ട് കവർ ചെയ്യാവുന്നതാണ്. കാരണം അത് ബെഡ്ഷീറ്റിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈറ്റാക്കി ഒന്നും കെട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മുറിവെണ്ണ കുതിർന്ന് കുറേ നേരം നമ്മുടെ മുട്ടിലിരിക്കണം. അപ്പോൾ അത് കുറച്ച് അബ്സോർബ് ആകും. അപ്പോൾ ആ ഒരു ജോയിൻ്റൊക്കെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് തന്നെ 3 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ഈ തുണി മടക്കിയിട്ട് അതിലേക്ക് മുറിവെണ്ണ ഒഴിച്ച് ബാൻഡേജ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ എരിക്കിലയുണ്ടല്ലോ, എരിക്കില കുറച്ച് വാട്ടിയിട്ട് അതിലേക്ക് ഈ മുറിവെണ്ണ നന്നായിട്ട് ഒഴിച്ച ശേഷം ആ എരിക്കില വെച്ചും നമുക്ക് ബാൻഡേജ് ചെയ്യാം. ടൈറ്റായിട്ട് ബാൻഡേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇളകി പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ബാൻഡേജ് ചെയ്ത് വെച്ചാൽ മതി. മറ്റൊന്ന് പുളിയിലയുണ്ടല്ലോ, പുളിയില നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ കൂടെ ചെറിയതായിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കെട്ടുന്നത് നല്ലതാണ്. അപ്പോൾ നീരൊക്കെ ഉണ്ടെങ്കിൽ നീര് ഉൾവലിയാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് നടുവേദന ഉണ്ടെങ്കിലും ചെയ്യാം. നടുവിനും